ഹലോ ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഡ്യൂട്ടിയും PSMൽ സുന്ദർനഗർ തന്നെയായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ വണ്ടിയൊക്കെ വന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. എന്നാലും ഡ്യൂട്ടി ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ച് മഴക്ക് പുറമായിട്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലാണെങ്കിലും നല്ല തിരക്കായിരുന്നു. അല്ലെങ്കിലും രോഗത്തിന് എന്താ അവധിയിലെ മയത്ത്. അങ്ങനെ അവിടെ എത്തി. ഹോസ്പിറ്റലിൽ ആദ്യം തന്നെ വാർഡ് പോയി. വാർഡിൽ കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വട്ടം റൗണ്ട്സ് നോക്കി. റൗണ്ട്സ് ചെയ്തതിന് ശേഷം പിന്നെ സാറിൻ്റെ ഒപ്പം ഒന്നും കൂടി റൗണ്ട്സ് ചെയ്തു. അങ്ങനെ ചെയ്താൽ ഒന്നുകൂടി ബെനിഫിറ്റ് ആണ്. കാരണം നമുക്ക് ഒന്നും കൂടി നമുക്ക് ആദ്യം അറിയുന്ന പേഷ്യൻറ്റിൽ സാർ എന്ത് ട്രീറ്റ്മെൻറ്റ് ആണ് ഇടുന്നതും കൂടി മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞ് ഒരു ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് എത്ര പറഞ്ഞിട്ടും ബെഡിൽ കിടക്കുന്നില്ലായിരുന്നു. അപ്പം ചില സമയത്ത് ഇങ്ങനെയുള്ള ടാസ്ക് ഉണ്ടാവും. അങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ആൾ ബെഡിൽ പോയൊക്കെ കിടന്ന്. അത് കഴിഞ്ഞ് പിന്നെ നല്ല മയനായിരുന്നു. നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവൾ പോയൊക്കെ കണ്ട്. ഇന്ന് OPD മാം ലീവ് ആയതുകൊണ്ട് ഇന്ന് OPD ഇല്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മയത്ത് തന്നെ തിരിച്ചു പോന്ന് കോളേജിലെത്തി. അപ്പം നമ്മളെ വൈശാലിയൊക്കെ നാട്ടിൽ പോകാനുള്ള റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഫ്യൂരിക്കുട്ടനുണ്ട് റൈഡും പോയി വരുന്നത്. ഷട്ടൂരി തട ഡോക്ടറായി അമ്മീ ഞാൻ ഈ അഭിനന്ദനെ പോലെയുള്ള പ്രോഗ്രസീവ് ആന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന കാട്ടാളന്മാരെ ഈ നാട്ടിൽ നമ്മള് വേറെ വേച്ച നമ്മുടെ കാര്യം വേറെ. ഞാനും ഈ കാട്ടാളന്മാരെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. എന്തുവാ പറയുന്നത് പ്രോഗ്രസീവായ എത്തിസ്റ്റാന്നൊക്കെ പറഞ്ഞോണ്ട് നടന്നിട്ട് ഇവന്റെ കറുപ്പിനെ വെളുപ്പിക്കാൻ നോക്കുവാണ്. ഫോർത്ത് ഇയർ പാസ്സായില്ല. നമ്മളതിൽ തോൽക്കത്തില്ല. ഇത് ശുദ്ധ അസംബന്ധം. ഗൈസ് ഗവാഹുട്ടൻ 2016 ബാച്ചാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ വായ പുള്ളി കറുത്തല്ലേ? ഗവാഹുട്ടൻ പല്ലും തേച്ചില്ലെന്ന്. ഞാൻ പല്ലേ ദൈവം എന്റെ കറക്റ്റ് വാങ്ങിട്ടേ. ജൂനിയർ അപ്സര. ഹായ് ഹലോ. മരുന്ന് വേണോ ഗൈസ്? ഇന്ന് വിഭവസമൃദ്ധമായ ഫുഡാണ്. നമുക്ക് നെയ്യുണ്ട്, അച്ചാറുണ്ട്, ഉണക്ക ചമ്മന്തി, ഉണ്ട്, പിന്നെ കച്ചിൻ്റെ സച്ചിന് നീ ഇതൊക്കെ കാണുന്നുണ്ടോ? നിനക്കിതൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഹണ്ട് ചെയ്യാനിപ്പോ ആരുമില്ല. ഹോബിയൊക്കെ ഹണ്ടിക്ക് കുറച്ച്. ഹോബി വരെ തീറ്റി കുറച്ച് ഗൈസ്. എന്താടാ പറയാനുള്ളത്? 2 വാക്ക് പറയടാ ഗൈസ്. ഇന്ന് കുറേ പേര് നമ്മളെ വിട്ട് പോവുകയാണ്. പോവണോടാ? പോവണോടി? എന്നാ പോ. എന്തിനവിടെ നിൽക്കുന്നത്? പൊക്കൂടെ? എന്ത്? ഞാൻ പോവില്ല. പ്രസൈക്ക പോകുന്നു. ഓ, പാണ്ടിക്കുട്ടൻ തമിഴ്നാട്ടിൽ നിന്നും യാത്ര അയക്കാനായിട്ട് വന്നതാണ്. എല്ലാവർക്കും വിഷമിക്ക് കരയി. ഒറിജിനലായിട്ട് ഒറിജിനൽ കരയിൽ ഗൈസ്. അങ്ങനെ പ്രസാദ് കുട്ടൻ കേറ് കേറ്റ്. ഗൈസ്, അയ്യപ്പന് തൂറാമുട്ടുന്നോണ്ടുള്ള വിഷമാണ് നിങ്ങൾ കാണുന്നത്. പോകുന്നതിന് മുമ്പ് അയ്യപ്പൻ്റെ സ്നേഹം ലഭ്യത ഇങ്ങനെയല്ല ജീവിതത്തിലെ മാറാം. പോയിട്ട് വരുവാടാ. പോയിട്ട് വരുവാടാ. ഇപ്പം നമ്മളെ വിട്ട് വരുമ്പോൾ ഒരു കരച്ചിലും ഇല്ല. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ബാക്കിയുള്ളവരും കൂടി പോയി. ഇനി പോകാനും നമ്മളും ഇവിടുത്തെ പട്ടികളും കൂടി ബാക്കി. അപ്പോൾ ഓക്കെ, സീ യു.